ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ നവംബർ 29 തിയേറ്ററുകളിലേക്ക് എത്തുന്ന 2 സിനിമകളുടെ പ്രീ സെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. മമ്മൂട്ടി ചിത്രം വെള്ളിയേട്ടൻ നാളെ റിലീസ് ചെയ്യുകയാണല്ലോ. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോകൾക്ക് ഇന്ന് കേരളത്തിൽ തുടക്കമിട്ടിരിക്കുകയാണ്. കൊച്ചി PVR ഇതിനോടകം തന്നെ നിറഞ്ഞ സദസ്സിൽ സിനിമയുടെ പ്രീമിയർ ഷോ നടക്കുന്നുവെന്നാണ് വീഡിയോ കണ്ടന്റുകൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോഴത്തെ വെള്ളിയേട്ടന്റെ പ്രീ സെയിൽ അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന്റെ പ്രീ സെയിൽ എന്തായാലും പാലേരി മാണിക്യം എന്ന സിനിമയുടെ പ്രീ സെയിലിനെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ കടത്തിവിട്ടിരിക്കുകയാണ്. 1 ലക്ഷം രൂപ ഫൈനൽ കളക്ഷൻ കടത്താൻ പോലും പാലേരി മാണിക്യം എന്ന സിനിമയുടെ റിലീസിന് സാധിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ വെള്ളിയേട്ടൻ എന്ന സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ ലക്ഷങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ബുക്ക് മൈ ഷോ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നു. അതേസമയം നമ്മുടെ പ്രധാനപ്പെട്ട ട്രാക്കേഴ്സ് ഒന്നും തന്നെ സിനിമയുടെ കളക്ഷൻ പാലേരി മാണിക്യം പോലെ തന്നെ ട്രാക്ക് ചെയ്യുന്നില്ല. എന്തായാലും പാലേരി മാണിക്യം പോലെ ഒരു ദുരന്തം കളക്ഷൻ വെള്ളിയേട്ടൻ നേടില്ല എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത് ഉറപ്പിക്കുന്ന ഒരു ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രമുഖ ട്രാക്കേഴ്സിനോട് പറയാനുള്ളത് പേടിക്കാതെ വെള്ളിയേട്ടൻ കളക്ഷൻ ട്രാക്ക് ചെയ്യൂ എന്നാണ്. ഈ വർഷത്തിലെ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ മികച്ച സിനിമകളിൽ ഒന്നാണല്ലോ മഹാരാജ. വിജയ് സേതുപതി നായകനെ എത്തിയ വിജയസിന്റെ 50ാമത്തെ സിനിമ കൂടിയായ ചിത്രം നാളെ ചൈനയിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടുത്തെ വിവിധ തിയേറ്ററുകളിൽ സിനിമയുടെ പ്രിവ്യൂ ഷോകൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ റെഗുലർ റിലീസിന് മുന്നോട്ടായിട്ടുള്ള പ്രിവ്യൂ ഷോ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ 5 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ചൈനയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വമ്പൻ കളക്ഷൻ ചൈനയിൽ സിനിമ നേടിയെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നേരത്തെ ഈ വർഷം ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ സിനിമ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത് വലിയ വിജയം നേടിയെടുത്തിരുന്നു. അപ്പോൾ കാത്തിരിക്കും മഹാരാജയുടെ കൂടുതൽ വാർത്തകൾക്ക്.